റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. കേരള സർവകലാശാലയിലെ ഉത്തരപേപ്പർ നഷ്ടമായത് പാലക്കാട് നിന്ന് സ്ഥിരീകരിച്ച് അധ്യാപകൻ. ജനുവരി 13 രാത്രി 10 മണിക്ക് തിരുവനന്തപുരം യാത്രയ്ക്കിടയിലാണ് ഉത്തരക്കടലാസ് നഷ്ടമായതെന്ന് അധ്യാപകൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ബൈക്കിൽ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് 10 കിലോമീറ്റർ ആകുമ്പോഴേക്കും നഷ്ടപ്പെട്ടു. സർവകലാശാലയെ വിഷയം അറിയിച്ചതാണെന്നും അധ്യാപകൻ പറഞ്ഞു. ഇപ്പോൾ ജനുവരിയിലാണ് നഷ്ടപ്പെട്ടത്. പക്ഷേ അതിനുശേഷം എന്ത് സംഭവിച്ചു ഇത്രയും നാൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ 3 മാസം സർവകലാശാല ഈ വിഷയത്തിൽ എന്ത് നടപടിയെടുത്തു എന്നതാണ് പ്രധാനപ്പെട്ടത്. അങ്ങനെ നേരത്തെ നടത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷേ ഒരാഴ്ചക്കുള്ളിൽ തന്നെ പരീക്ഷ വീണ്ടും നടത്തിയിരുന്നെങ്കിൽ ഈ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതി ഇപ്പോൾ റിസൾട്ട് പുറത്തു വരുമായിരുന്നു. എന്നാൽ നിലവിൽ സർവകലാശാലയെ വിഷയം അറിയിച്ചിട്ടും നടപടി എടുത്തിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അധ്യാപകൻ പാലക്കാട് നിന്നും തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിൽ പാലക്കാട് വെച്ച് 10 കിലോമീറ്റർ വീട്ടിൽ നിന്ന് ബൈക്ക് സ്റ്റാർട്ടാക്കി പുറപ്പെട്ട് 10 കിലോമീറ്ററിനുള്ളിൽ തന്നെ പേപ്പർ നഷ്ടപ്പെട്ടു എന്നാണ് അധ്യാപകൻ പറഞ്ഞത്. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് അധ്യാപകന്റെ പ്രതികരണം റിപ്പോർട്ടറിൽ ലഭിച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് പ്രേക്ഷകരിൽ എത്തിക്കാം. അതെ അതെ, ഇത് റിപ്പോർട്ടർ ചാനലിലാണേ. തിരുവനന്തപുരത്ത് നിന്നാണ്. TV പ്രസാദ് എന്നാ പേര്. പിന്നെ അന്ന് നമ്മുടെ ഈ ആൻസർ ഷീറ്റ് നഷ്ടപ്പെട്ടതിലേ നമ്മൾ എന്തെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നോ? ആ സമയത്ത് പരാതി കൊടുത്തിരുന്നോ? ഏത് സ്റ്റേഷനിലായിരുന്നു? ആലത്തൂര? അല്ല, നമ്മുടെ ടൗൺ നോർത്ത് സ്റ്റേഷനാണ്. എവിടെയാ? പാലക്കാട്ടോ? ഓ ശരി. അത് എവിടുന്നാ മിസ്സായത് മാഷെ? എങ്ങനെയാണത്? ഞാന് പിന്നെ തിരുവനന്തപുരത്ത് വന്നിട്ട് അത് വാല്യൂ ചെയ്യാൻ വേണ്ടിട്ട് വരികയായിരുന്നു. അത് അപ്പൊ വാല്യൂ ചെയ്യാൻ അപ്പൊ നമുക്ക് അതിന്റെ പാറ്റേൺ കിട്ടാൻ വേണ്ടിട്ടായിരുന്നു. അപ്പൊ എങ്ങനെയാണ് അതിന്റെ, കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് പിന്നെ കേരള യൂണിവേഴ്സിറ്റിയുടെ പേപ്പർ വാല്യൂ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് ഈ ബാഗ് നമ്മൾ കെട്ടിവെച്ച് ഇങ്ങനെ നല്ല ഇതായിട്ടുള്ള ബാഗായിരുന്നു. പക്ഷെ അത് എങ്ങനെ പോയി, അത് എങ്ങനെയെങ്കിലും പിന്നെ വല്ല കുണ്ടി ചാടിയപ്പോ അത് ഇങ്ങനെ ഇതായിട്ട് വീണതാണോ? എവിടേക്ക് പോവായിരുന്നു? ഞാന് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്നു. ബൈക്കിലോ? അല്ല, ഒന്നേ എറണാകുളം പോയിട്ട് അവിടുന്ന് ബസ് പോവാ, അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ. പാലക്കാട് ബൈക്കിൽ തിരുവനന്തപുരത്തേക്ക് വന്നോ? തിരുവനന്തപുരത്ത് എത്തിയില്ല. അതായത് നമ്മളാകെ ഞാൻ ഏകദേശം പിന്നെ ഇവിടുന്ന് പോയിട്ട് ആലത്തൂരൊക്കെ എത്തുമ്പോഴേക്ക് തന്നെ ഞാൻ ജസ്റ്റ് എനിക്കൊരു ഫോൺ കോള് വന്നപ്പോ, ഫാദറിന്റെ കോള് വന്നിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കിയപ്പോ തന്നെ എന്തോ പിന്നെ ഈ ബാഗ് കാണാനില്ല. അപ്പൊ എറണാകുളത്ത് തന്നെ നഷ്ടപ്പെട്ടു? എറണാകുളം അല്ല, പോയി ആകെ ഒരു പിന്നെ എന്റെ വീട്ടിൽ നിന്ന് ഒരു 10-12 കിലോമീറ്ററിന്റെ ഉള്ളിൽ തന്നെ അത് നഷ്ടപ്പെട്ടു. എന്നിട്ട് അവിടെ എന്നിട്ട് പരസ്യം കൊടുക്കോ, ഇത് പത്രങ്ങളിൽ വാർത്ത കൊടുക്കുകയോ ചെയ്തിരുന്നോ ബാഗ് നഷ്ടപ്പെട്ടു? ഇല്ല, ഞാൻ അതിനുശേഷം അത് എല്ലാവിടെയും പോയി നോക്കി. അപ്പൊ ഈ 12 കിലോമീറ്റർ നിങ്ങൾ തിരിച്ചു പോയോ? എന്നിട്ട് 3-4 പ്രാവശ്യം ഞാൻ എല്ലാവിടെയും ഒന്ന് നോക്കി. അതിന്റെ ഇടയിൽ ഒരു പാലം ഉണ്ട്. ഇനി ഏതെങ്കിലും ഈ പാലത്തിലെങ്ങാണ് ഇനിയിപ്പോ റൈറ്റ് സൈഡ് വീണിട്ട് ആളുകൾ എന്തെങ്കിലും ഇതാണോ എന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോ പാലത്തിലേക്ക് വെള്ളത്തിലേക്ക് എങ്ങാണോ എടുത്ത് എറിയുക, അങ്ങനെ എന്റെ ഒരു പോസിബിലിറ്റിയാണ്. ഈ ബാഗില് പേപ്പർ അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? പേപ്പർ അല്ലാതെ വേറെ കുറച്ച് സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമ്മുടെ ഡ്രസ് ഐറ്റംസ് പോലത്തുള്ള ഐറ്റംസ് ആണ് ഉണ്ടായിരുന്നത്. വലിയ ബാഗായിരുന്നോ? ഒരുവിധം പിന്നെ അധികം ഖനമൊന്നുണ്ട്. ഈ പേപ്പർ ഖനമാണ് കുറച്ച് കൂടുതൽ. ആ ബാഗിന്റെ ഫോട്ടോ എപ്പോഴെങ്കിലും എടുത്തു വെച്ചതുണ്ടോ മാഷ കയ്യില്? ഫോട്ടോ ഇല്ലല്ലോ എന്റെ കയ്യില്. ഇല്ല അല്ലേ? ഇത് എപ്പോഴാ, ഡേറ്റ് എപ്പോഴാ? ജനുവരി 13 14 മിസ്സായത്? 13 രാത്രി. 13 രാത്രി. ഏകദേശം എത്ര മണിക്കായിരിക്കും? 14-15. ഏകദേശം ഒരു രാത്രി ഒരു 10-10:45 ആകുമ്പോ. 10-10:45 അല്ലേ? അപ്പൊ അന്ന് രാത്രി നേരെ പോയിട്ട് തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്തോ? ഇല്ല, അന്ന് രാത്രി ഞാൻ ഇത് ചെയ്തില്ല. പിറ്റേ ദിവസം ഞാൻ ഇവിടെ എല്ലാം ചോദിച്ചു, ഈ പിന്നെ കടകളിലും എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പൊ അതിനുശേഷം ഞാൻ ഏകദേശം ഒരു 3-3:30 സമയമായപ്പോഴാണ് പോയിട്ട് റിപ്പോർട്ട് ചെയ്തത്. അതായത് ജനുവരി 14. അതെ അതെ. അപ്പൊ ഈ യൂണിവേഴ്സിറ്റി എപ്പോഴാണ് അറിയിച്ചത് ഇത് നഷ്ടപ്പെട്ടു എന്നുള്ളത്? അന്ന് തന്നെ ഞാൻ അറിയിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ അവിടെ എത്തി. പിറ്റേ ദിവസം പിന്നെ 15-ാം തീയതി തന്നെ ഞാൻ പിന്നെ യൂണിവേഴ്സിറ്റി എത്തി. 15-ന് എത്തി അല്ലേ? എന്നിട്ട് ഇത് മിസ്സായ കാര്യം അവരെ അറിയിച്ചോ? അറിയിച്ചു. എന്തായിരുന്നു മറുപടി? എന്തായിരുന്നു ഇപ്പോ? അവര് പിന്നെ ഇത് റീ എക്സാമിനേഷൻ നടത്തേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ പ്രൊസീജിയർ അവര് നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞു. ഓക്കെ. താങ്കൾ ഗസ്റ്റ് അധ്യാപകനാന്ന് തോന്നുന്നല്ലേ? ഞാൻ ഗസ്റ്റ് അധ്യാപകൻ. എവിടെ, ഏത് കോളേജാ? ഇവിടെ ICM ട്രിവാൻഡ്രം. ICM ട്രിവാൻഡ്രം അല്ലേ? ഈ ഗസ്റ്റുകാർ സാധാരണ ഇത് നോക്കാറുണ്ടോ ആൻസർ ഷീറ്റ്? ഗസ്റ്റുകാര് നോക്കാൻ നമ്മളെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു.
പേപ്പറുണ്ട്, പിന്നെ പ്രോജക്ട് ഫിനാൻസ് ആണ്. ആ അപ്പൊ വന്നെടുക്കണം എന്ന് പറഞ്ഞിട്ട്. ഓ അല്ല, ഞാൻ പറഞ്ഞ ഗസ്റ്റുകാരെ കൊണ്ട് സാധാരണ നോക്കിക്കാറില്ലല്ലോ. ഇത് സെൻട്രൽ വാല്യുവേഷൻ അല്ലേ സാറേ? സെൻട്രൽ വാല്യുവേഷൻ അല്ലേ? സെൻട്രലൈസ്ഡ് ആയപ്പോ നമുക്ക് ഈ പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അല്ല ഈ കേരള യൂണിവേഴ്സിറ്റിയെ കുറിച്ച് എനിക്ക് എങ്ങനെയാണ് അവരുടെ പാറ്റേൺ, പക്ഷെ നമ്മൾ വർക്ക് ചെയ്യുന്നിടത്തൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഇവിടെയൊക്കെ ആണെങ്കിൽ പിന്നെ സെൻട്രലൈസ്ഡ് വാല്യുവേഷൻ ആണ്, നമുക്ക് അവിടെ തന്നെ പോയിട്ട് ചെയ്യേണ്ടതാണ്. അല്ല, കേരളയിലും സെൻട്രലൈസ്ഡ് അല്ലേ ശരിക്കും? കേരളത്തിന് സെൻട്രലൈസ്ഡ് ആണെന്ന് തോന്നുന്നു, അതിനെ കുറിച്ച് നമുക്ക് അറിയില്ല. ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഈ പേപ്പർ വാല്യുവേഷൻ എടുക്കാൻ വേണ്ടി വിളിച്ചത് ആരായിരുന്നു, അറിയാമോ? അയ്യോ, പേര് എനിക്കറിയില്ല. അറിയില്ല അല്ലേ? അത് ശരി. അപ്പം താങ്കൾ ജോലി ചെയ്യുന്നത് ഇവിടെ ICM ട്രിവാൻഡ്രത്ത്? ICM ട്രിവാൻഡ്രത്ത് ഗസ്റ്റ് ആയിട്ടായിരുന്നു. കോയമ്പത്തൂര് എന്തോ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ടോ? ഞാൻ കോയമ്പത്തൂരാണ്, കോളേജിലാണ് ഇപ്പോ കറന്റ്ലി വർക്ക് ചെയ്യുന്നത്. കോയമ്പത്തൂർ കോളേജിൽ. നമുക്കിപ്പം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി TV പ്രസാദ്. നമ്മളിപ്പോൾ അധ്യാപകനോട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു, കാര്യങ്ങൾ വ്യക്തമാണ്. ജനുവരി മാസത്തിലെ 13-ാം തീയതി പേപ്പർ കളയുന്നു, ജനുവരി 15-ാം തീയതി സർവകലാശാല അറിയിക്കുന്നു. വേണമെങ്കിൽ സർവകലാശാലയ്ക്ക് ഫെബ്രുവരി മാസത്തിൽ തന്നെ പരീക്ഷ നടത്തി ഇതാ മാർച്ച് മാസം ആകുന്നതിന് മുമ്പ് പരീക്ഷാ ഫലം പ്രഖ്യാപിക്കാമായിരുന്നു. പക്ഷേ സർവകലാശാല അത് ചെയ്തില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അത് തന്നെയാണ് അരുൺ. ഇപ്പോൾ അധ്യാപകരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അത് ജെന്യൂനായ രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. പ്രേക്ഷകർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മൾ തിരിച്ചു മറിച്ചൊക്കെ ചോദിച്ചു നോക്കി, നമുക്ക് ആവുന്ന രീതിയിലെല്ലാം. പിന്നീട് ഞാൻ അന്വേഷിച്ച സമയത്ത് ഗസ്റ്റ് അധ്യാപകർ സാധാരണ പോലെ, അരുണിനെ അറിയാമല്ലോ അല്ലേ, ഈ നമ്മുടെ കേരള സർവകലാശാലയിൽ ഗസ്റ്റ് അധ്യാപകർക്ക് നോക്കാമല്ലോ അല്ലേ, പ്രൊഫഷണൽ കോഴ്സ് ആണെങ്കിൽ നോക്കാമെന്നാണ് പേപ്പർ നോക്കാം. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, സെൻട്രലൈസ്ഡ് വാല്യുവേഷൻ ആണെങ്കിൽ പേപ്പർ കേന്ദ്രത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാൻ സാങ്കേതികമായി നിയമപരമായി ചട്ടപ്രകാരം കഴിയില്ല. പക്ഷേ പല അധ്യാപകരും പേപ്പർ വാല്യുവേഷന് സെൻട്രലൈസ്ഡ് വാല്യുവേഷൻ ആണെങ്കിൽ പോലും ഒരുമിച്ച് പേപ്പറുകൾ വീട്ടിൽ കൊണ്ടുപോയി നോക്കി ആ തീയതിക്ക് മുമ്പ് കൊണ്ടുവരുന്നതായിട്ടാണ് കാണുന്നത്. സെൻട്രൽ വാല്യുവേഷൻ എന്ന പേര് മാത്രമേ ഉണ്ടാവൂ, യഥാർത്ഥത്തിൽ ഹോം വാല്യുവേഷൻ നടക്കും. പക്ഷേ പേപ്പർ കളഞ്ഞു പോകാത്തതുകൊണ്ട് അതൊന്നും വാർത്തയല്ല. കളഞ്ഞു പോകുമ്പോഴാണ് ഇതിൻ്റെ നൂലാമാലകളിലേക്ക് പോവുക. അതിലൊരു പ്രശ്നമുള്ളത്, ഞാനിപ്പോൾ ഒരു സിൻഡിക്കേറ്റ് മെമ്പറോട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് അരുൺ പറഞ്ഞ പോലെ തന്നെയാണ്, ഗസ്റ്റ് അധ്യാപകർ പെർമനന്റ് എന്ന വ്യത്യാസമില്ല നോക്കുന്നതിന്. പക്ഷേ 2 തരത്തിൽ നോക്കാമെന്നാണ് പറയുന്നത്. ഒന്ന് സെൻട്രലൈസ്ഡ് വാല്യുവേഷനും മറ്റൊന്ന് ബണ്ടിൽ വാല്യുവേഷനും. അതായത് വലിയൊരളവിൽ വീട്ടിലേക്ക് കൊണ്ടുപോയി നോക്കി തിരിച്ചു കൊണ്ടുവരുന്ന രീതി. അരുണൊരു പ്രശ്നമുള്ളത്, അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഇന്നിപ്പോൾ ഇത് നഷ്ടപ്പെട്ടത് കൊണ്ടാണല്ലോ വാർത്തയായത്. എന്തും സംഭവിക്കാമല്ലോ യാത്രയിൽ. അതിനൊരു പരിഹാരം വേണ്ടതല്ലേ അരുൺ ശരിക്കും? ഈ ബണ്ടിൽ കൊണ്ടുപോകുന്ന സമയത്ത് നേരത്തെ തന്നെ പല അധ്യാപകരുടെ കയ്യിൽ നിന്നും ഈ ട്രെയിൻ യാത്രക്കിടയിലേക്ക് ഇത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ചില അധ്യാപകർ പബ്ലിക്കായിട്ട് പേപ്പർ വാല്യൂ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടെത്തുകയും അത് പിന്നീട് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്ത് നടപടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. പബ്ലിക്കിന് മുന്നിൽ വെച്ച് പേപ്പർ വാല്യൂ ചെയ്യാൻ പാടില്ല. കൊണ്ടുപോകുന്ന സ്ഥലങ്ങൾ അത് സുരക്ഷിതമായിരിക്കണം. അത് കെട്ടി സീൽ ചെയ്താണ് കൊണ്ടുപോവുക. അതിനൊക്കെ വളരെ കൃത്യമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളുണ്ട്. പക്ഷേ ഇതെല്ലാം പലപ്പോഴും കാറ്റിൽ പറത്തിയാണ് ഈ അധ്യാപകരെ പേപ്പർ ഈ വാല്യൂഷൻ ക്യാമ്പിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നത്. അത് അവർ അലക്ഷ്യമായിട്ട് പലപ്പോഴും വിട്ടിട്ട് പോകുന്നത് നമ്മൾ കാണും. വീട്ടിലാണെങ്കിൽ പോലും അതൊക്കെ സൂക്ഷിക്കുന്നതിന് സാധാരണ നമ്മളടുത്ത് ചിലപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട എക്സാമിനേഴ്സ് ആണെങ്കിൽ പറയാറുണ്ട്, ഇത് മറ്റാരും കാണാതെ വളരെ സുരക്ഷിതമായി നിങ്ങൾ നോക്കി ഇത്ര ദിവസത്തിനുള്ളിൽ തിരിച്ചു വരണം എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ പല സർവകലാശാലകളും ഹോം വാല്യുവേഷൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെയൊക്കെ പേപ്പറൊക്കെ വരുന്ന ഘട്ടത്തിലാണ് അത് പലപ്പോഴും ഈ ഹോം വാല്യുവേഷൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ റെഗുലർ കോളേജുകളുടെ കാര്യത്തിൽ സെൻട്രൽ വാല്യുവേഷൻ മാത്രമാണ് മിക്ക സർവകലാശാലകളും പിന്തുടരുന്നത്. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വ്യക്തമല്ല. TV പ്രസാദ്. അരുൺ, എന്തായാലും നമ്മളെ സംബന്ധിച്ച് നമ്മളിതൊന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, ഇദ്ദേഹം ഇപ്പോൾ ഒരു ഗസ്റ്റ് അധ്യാപകനാണ്. പറഞ്ഞത് ജെന്യൂൻ ആയതുകൊണ്ടും മറ്റ് സംശയങ്ങളൊന്നും നമുക്ക് ആ ഉത്തര പേപ്പർ നഷ്ടപ്പെട്ടതിനെ സംബന്ധിച്ചില്ല. നമ്മൾ അതിന്റെ അവസാന ഭാഗത്ത് ചോദിക്കുന്നുണ്ട്, അതായത് ഏതെങ്കിലും സ്വകാര്യ കോളേജുകളുമായി ചേർന്നുള്ള എന്തെങ്കിലും 1 പേപ്പറാണല്ലോ നഷ്ടപ്പെട്ടിരിക്കുന്നത്. സാധാരണ യൂണിവേഴ്സിറ്റിയിലെ പരീക്ഷാ പേപ്പർ നോക്കുന്നതിനൊരു രീതിയുണ്ട്. അതായത് ഒരു ദിവസം നോക്കാൻ വേണ്ടി 25 പേപ്പറാണ് പരമാവധി. 15 പേപ്പർ രാവിലെയും 10 പേപ്പർ ഉച്ചയ്ക്ക് ശേഷവും എന്ന മട്ടിൽ ഒരു ദിവസം 25 പേപ്പറാണ് ഒരു അധ്യാപകൻ നോക്കേണ്ടത്. ഒരു ദിവസം 25 പേപ്പർ നോക്കിയാൽ മതി. ആദ്യത്തെ ദിവസമാണെങ്കിൽ രാവിലെയുള്ള സെഷൻ ബ്രീഫിംഗ് സെഷനും ഉച്ചയ്ക്ക് ശേഷം 10 പേപ്പർ നോക്കിയാൽ മതി. അപ്പോൾ എങ്ങനെയാണ് 71 വന്നത് എന്ന കണക്ക് മനസ്സിലാവുന്നില്ല. ഇത് 3 ദിവസത്തെ ആണെങ്കിൽ 75 വരണം, 2 ദിവസത്തെ ആണെങ്കിൽ 50 വരണം. അപ്പോൾ എങ്ങനെയാണ് 71 എന്നൊരു നമ്പർ ഈ അധ്യാപകന് കിട്ടിയതെന്നും മനസ്സിലാവുന്നില്ല. TV പ്രസാദ്.
അതെന്തായാലും ഇത് സംബന്ധിച്ച് വൈസ് ചാൻസലർ ഒരു അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. അരുൺ, എന്തായാലും വാർത്ത വന്നതിന് ശേഷമാണ് യൂണിവേഴ്സിറ്റിക്ക് കാര്യങ്ങൾ സീരിയസ് ആണെന്ന ബോധം പോലും ഉണ്ടായതെന്നതാണ് നേരത്തെ അരുൺ പറഞ്ഞതാണ് പോയിന്റ്. അതായത് ജനുവരി മാസം 13-ാം തീയതി ഇത് നഷ്ടപ്പെട്ട് 15-ാം തീയതി സർവകലാശാലയെ അറിയിച്ച് 16-ാം തീയതി തന്നെ പുനഃപരീക്ഷയ്ക്കുള്ള നടപടികൾ എടുത്തിരുന്നുവെങ്കിൽ ഫെബ്രുവരി മാസം ആദ്യ ആഴ്ച തന്നെ ഈ കുട്ടികളുടെ റിസൾട്ട് വരികയും ഒപ്പം 3-4 സെമിസ്റ്റർ റിസൾട്ട് വന്ന് അവർക്ക് അവരുടെ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാമായിരുന്നു. പക്ഷേ ജനുവരി 15-ന് ഇത് അറിയിച്ചിട്ടും ഫെബ്രുവരിയും മാർച്ചും കഴിഞ്ഞ് ഏപ്രിൽ മാസം 7-ാം തീയതിയേക്ക് എന്തിനാണ് ഈ പരീക്ഷ നീട്ടിവെച്ചത് എന്നുള്ളതാണ് മറ്റൊരു ഗൗരവമായ പ്രശ്നം. അരുൺ, ഇനിയിപ്പോൾ സർവകലാശാലകൾ പരിഹരിക്കേണ്ട വിഷയമാണ്. ഒരുപക്ഷെ ഈ ഗസ്റ്റ് അധ്യാപകന്റെ കയ്യിൽ നിന്ന് ഈ ആൻസർ ഷീറ്റുകൾ നഷ്ടപ്പെട്ടു. എന്ത് നടപടി അധ്യാപകനെതിരെ എടുക്കാൻ കഴിയും? ഒന്നും എടുക്കാൻ കഴിയില്ല. ഒരുപക്ഷെ ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മുടെ സംവിധാനത്തിൽ ഈ പറയുന്ന താൽക്കാലികക്കാരായിട്ടുള്ള ആളുകൾ ഇങ്ങനെ കയറുന്നതോടുകൂടി നമ്മുടെ സംവിധാനമാണ് തകരുന്നത്. നേരത്തെ KMSCL മറ്റ് സ്ഥാപനങ്ങളിലും എല്ലാം നമ്മൾ കണ്ടു. തട്ടിപ്പിനെല്ലാം കൂട്ടുനിൽക്കുന്നതും നേതൃത്വം നൽകുന്നതും താൽക്കാലിക ജീവനക്കാരാണ്. അഴിമതിക്കാരായ ഭരണ നേതൃത്വത്തിന് വേണ്ടതും താൽക്കാലിക ജീവനക്കാരാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഗസ്റ്റ് അധ്യാപകൻ 71 പേപ്പർ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് നഷ്ടമായി. ഇതൊരു സ്ഥിരം അധ്യാപകനായിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാമായിരുന്നു. അതിന്റെ ഗൗരവം ബാക്കിയുള്ള അധ്യാപകർക്കും വരുമായിരുന്നു. പക്ഷേ ഈ കാര്യത്തിൽ ഒരു നടപടിയും ഇനി സ്വീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഏതാണ്ട് 100 കണക്കിന് വരുന്ന വിദ്യാർത്ഥികളാണ് ഏതാണ്ട് 1 വർഷമായി അവരുടെ പഠനം തന്നെ നഷ്ടപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഉറപ്പായും ഇത് ആവർത്തിക്കാത്ത രീതിയിലുള്ള നടപടിയായിരിക്കണം ഇനി യൂണിവേഴ്സിറ്റിയിൽ നിന്നുണ്ടാവേണ്ടത്. ആ KSU ഇതിൽ ഇടപെട്ടു, SFI ഇടപെട്ടിട്ടുണ്ട്, VC യോഗം വിളിച്ചിട്ടുണ്ട്. എന്തായാലും അരുൺ, സമീപകാല കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത രീതിയിലാണ് ഇത്രയേറെ വിദ്യാർത്ഥികളുടെ ഭാവിയെ തന്നെ ബാധിക്കുന്ന നിലയിലുള്ള ഈ സംഭവം ഇവിടെ ഉണ്ടായത്. താങ്ക് യു. TV പ്രസാദാണ് അധ്യാപകനുമായി സംസാരിച്ചത്. എന്തായാലും നടപടികൾ ഉണ്ടാവും. പക്ഷേ നടപടിയേക്കാൾ അപ്പുറം ഈ കുട്ടികൾക്ക് പെട്ടെന്ന് പരീക്ഷ എഴുതി അവരുടെ റിസൾട്ട് പുറത്തു വരിക എന്നതാണ് ആവശ്യം. അതിന് മിന്നൽ വേഗത്തിൽ സർവകലാശാല നടപടിയെടുക്കണം. കാര്യം ഈ കുട്ടികൾക്കൊപ്പം പരീക്ഷ എഴുതിയ ക്യുസാറ്റിലെ ആണെങ്കിലും MGയിലെയൊക്കെ ആണെങ്കിലും സമാനമായ വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ സർവകലാശാലയിൽ പഠിച്ചതുകൊണ്ട് മാത്രം തങ്ങൾക്ക് തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുമോ എന്നൊരു ആശങ്ക ഈ വിദ്യാർത്ഥികൾക്കുണ്ട്. തീർച്ചയായിട്ടും സർവകലാശാല ആ വിഷയത്തിലൂടെ ഇടപെടും എന്നാണ് നമ്മളുടെ പ്രതീക്ഷ.